ജെസിസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകര തൊഴുക്കലുള്ള കളിമൺ ചെടിച്ചട്ടി നിർമ്മാണ യൂണിറ്റിലാണ്. അതായത് ഈ മെഷീൻ ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ മണ്ണ് ഏതെങ്കിലും രീതിയിൽ മണ്ണ് വെച്ച് ചട്ടി ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും മനോഹരമായ ഈ വസ്തുക്കൾ ഉണ്ടാകുകയാണ്. ഈ അവാർഡ് എന്തെങ്കിലും ചേട്ടന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്? നാഷണൽ അവാർഡ് ഇവിടുത്തെ മൺപാത്രം നാഷണൽ അവാർഡ് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ച്. നമ്മുടെയൊക്കെ വീടുകളിൽ പഴച്ചെടികളും അലങ്കാര ചെടികളും പച്ചക്കറികളും ഒക്കെ നടാൻ ഉപയോഗിക്കുന്ന ആകർഷകമായ ചെടിച്ചട്ടികൾ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വരും. ഇതിങ്ങനെ ചട്ടി ഉണ്ടാക്കുന്ന വളരെ ഈസി അല്ലേ? ഒരു ദിവസം നമ്മൾ ചട്ടി നിർമ്മാണത്തിന് ഇരുന്ന എത്ര ചട്ടി വരെയൊക്കെ പോകും? എണ്ണം വരെ നിൽക്കും. ആവറേജ് 30-40 ഇടയ്ക്ക് നിൽക്കും. ചേട്ടാ ചെടിച്ചട്ടിയാണല്ലേ? 10 ഇഞ്ചിന്റെ ചെടിച്ചട്ടിയാണ്. ഇതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം ഉള്ളത്. 10 ഇഞ്ചിന്റെ ചെടിച്ചട്ടിയാണ്. ഈ കൃഷിഭവൻ വഴിയൊക്കെ സെയിൽ പോകുന്നു. കൃഷിഭവൻ വഴി ചെടിയും മലക്കറിയൊക്കെ കൊടുക്കാനും പച്ചക്കറി അയൽക്കൂട്ടം വഴി കൊടുക്കുന്നത്. അതായത് കൃഷിഭവനിൽ നിന്ന് അയൽക്കൂട്ടം വഴി പച്ചക്കറി വിത്തും ചട്ടിയും കൂടെ വിതരണം അത് ഇവിടെ നിന്നാണ് പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ ഇവിടെ 10 ഇഞ്ച് ചെടിച്ചട്ടിയാണ് ഏറ്റവും കൂടുതൽ നിർമ്മാണം. ഇതെല്ലാം ചേട്ടൻ ഉണ്ടാക്കിയതാണല്ലേ? ഈ ഭാഗത്തിരിക്കുന്ന എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഹാൻഡ് വർക്കാണ്. ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. ഇങ്ങനെ കൈ കൊണ്ടുള്ള പരിപാടിയാണ്. ചേട്ടാ ഇതൊക്കെ എത്ര ഇഞ്ചിന്റെ ചട്ടികളാണ് ചേട്ടാ? ഇത് 12 ഇഞ്ചിന്റെ ചട്ടികളാണ്. ഈ ഇരിക്കുന്നതൊക്കെ ചേട്ടൻ ഉണ്ടാക്കിയ ചട്ടിയാണ്. മറ്റൊരു ഡിസൈൻ അല്ലേ? അതെ അതെ, അവിടെ വേറൊരു ഡിസൈൻ. ഇത് 12 ഇഞ്ച് ചട്ടി ആയതുകൊണ്ടാണ് ഈ ഡിസൈൻ കൊടുക്കുന്നത്. ഇപ്പൊ ഈ ഡിസൈൻ കാണുമ്പോൾ പറയാം ഇത് ചേട്ടൻ ഉണ്ടാക്കുന്ന, മറ്റേ ഡിസൈൻ ആ ചേട്ടൻ ഉണ്ടാക്കുന്നത്. അതെ. എത്ര വർഷമുണ്ട് ഇവിടെ ഈ ജോലി ചെയ്യുന്നു? 18 വർഷമായി. 18 വർഷം കൊണ്ട് ചട്ടി ഉണ്ടാക്കുന്നു. സന്തോഷമല്ലേ? സന്തോഷം തന്നെ. നിങ്ങളെ ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച്? അല്ല, ചേട്ടൻ വന്നിട്ട് എൻ്റെ കല്യാണത്തിന് മുമ്പേ ഇവിടെ ജോലി ഉണ്ടായിരുന്നു. 18 വർഷമായിട്ട്. 18 വർഷമായി. 18 അല്ല, 2005-2006 ഇവിടുത്തെ ട്രെയിനിങ് നമുക്ക് ട്രെയിനിങ് തന്നാണ്. 4 മാസത്തെ ട്രെയിനിങ് തന്നാണ് ജോലി. 6 മാസത്തെ ട്രെയിനിങ് ഇതെല്ലാം പഠിച്ചു? ഇല്ല, ഇത്രയൊന്നും പഠിക്കാൻ പറ്റത്തില്ല. കുറച്ച് പഠിച്ചു, ബാക്കി ഞങ്ങളെ കഴിവുണ്ട് ഒപ്പിച്ചെടുത്തു. കൊള്ളാം. എല്ലാ ദിവസവും തൊഴിലുണ്ടല്ലോ? ഈ കലണ്ടർ അവധി മാത്രമേ അവധി, ബാക്കി എല്ലാ ദിവസവും ജോലിയുണ്ട്. സന്തോഷം. ഇവിടെ അടുത്ത് തന്നെ വീട്? വീട് അടുത്ത്. എല്ലാ ദിവസവും ജോലി ഉണ്ടല്ലോ ഇവിടെ? ഉണ്ട്. എല്ലാ ദിവസവും അവധി ദിവസം ഒഴിച്ചുള്ളൂ? അതില്ല. ഇതിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? ഇത് 4 കാറെന്ന് പറയും. ചെടിച്ചട്ടിയാണ്. 4x6. 4 കാറ് ചെടിച്ചട്ടിയാണ്. അതായത് 4 ഇഞ്ച് പൊക്കവും 6 ഇഞ്ച് വീതി. 6 ഇഞ്ച് വീതി.
ഓർക്കിഡാണ്. ഇതിൽ ഹോളിടും. ആ ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷം ഹോളിടും. മാഡത്തിൻ്റെ പേര്? സുമ. സുമ. ഇവിടെ അടുത്താണോ വീട്? അടുത്താണ്. എത്ര വർഷമുണ്ട് ചട്ടി ഉണ്ടാക്കുന്നത്? 19 വർഷം. 19 വർഷമുണ്ടോ? അപ്പോൾ അത്ര ഏജ് ഉണ്ടോ? പിന്നെ ഇവിടെ ലേഡി സ്റ്റാഫ് എത്ര പേരുണ്ട് മൊത്തം? പിന്നെ ഞങ്ങൾ 4 പേര്. 4 പേര് ചട്ടിയൊക്കെ ഉണ്ടാക്കും. പിന്നെ അസിസ്റ്റ് ചെയ്യാൻ വേറെയും ഉണ്ട്. ഉണ്ട്. സന്തോഷമാണല്ലോ. സന്തോഷം. ഇടുന്ന ഹാങ് ചെയ്യുന്ന ചട്ടി. അപ്പോൾ അതിന് ഹോള് ഇനി ഹോൾ ഇടണം. അത് നമുക്ക് കണ്ടിട്ട് പോവാം. ഇപ്പം ഇടൂല, ഉണങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഡ്രിൽ ചെയ്യൂ? കാണിച്ചു. ഉണങ്ങിയത് ചട്ടി. കിട്ടില്ല. ഇങ്ങനെ എത്ര ദിവസം കഴിയുമ്പോൾ ഹോളിടും? ഇത് 2 ദിവസം. ഫിനിഷിങ് ടൈമിൽ നടുക്ക് ഒരു ഹോളും കൂടെ ഞാൻ കാണിച്ചു. താഴെ പോകാനും ഇത് സൈഡ് കയറിടാൻ തൂക്കിയിടാൻ. ഒരു ദിവസം സുമ ഇങ്ങനെയുള്ള എത്ര ചട്ടി ഉണ്ടാക്കും? ഒരു 50 എണ്ണം ഉണ്ട്. 50 എണ്ണം ഉണ്ട്. ഇത് പീസ് അനുസരിച്ചല്ലേ റേറ്റ്? പീസ് അനുസരിച്ച്. ഇതിങ്ങനെ ചട്ടി ഉണ്ടാക്കുന്ന വളരെ ഈസി അല്ലേ? ഈസി അല്ല. പാടുണ്ട്. അതെങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്നാക്കിയാ പോരെ? ഇല്ല, മണ്ണ് നല്ല പ്രസ് ചെയ്ത് അത് നല്ല പൊക്കി എടുത്തിട്ട് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട്. ഹാർഡ് വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും അത് എളുപ്പമാണ്. പക്ഷെ എളുപ്പമാണെന്ന് കേട്ടാൽ എളുപ്പമല്ല. വർക്കുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിന്നെ അതിനെ ഇങ്ങനെ ആക്കുന്നതിൽ വർക്കുണ്ട്. നമ്മൾ അതിൻ്റെ അധ്വാനം അതിലുണ്ട്. അപ്പം നമ്മൾ കാണുന്നത് പോലെ എളുപ്പമല്ല. എത്ര ഇഞ്ചിന്റെ ചട്ടിയാണ് ഇത്? 8 ഇഞ്ചിന്റെയാണ്. 8 ഇഞ്ചിന്റെ. അപ്പൊ നമ്മളത് 9.5 ഇട്ട് പിടിക്കും. എന്നാലേ അത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് അതൊരു പുതിയ അറിവ്. അതായത് നമ്മൾ 9.5 ഇഞ്ച് ഉണങ്ങി വരുമ്പോ 8 ഇഞ്ചാവും. വെരി ഗുഡ്. എന്ന് വെച്ചാൽ അത് വെള്ളത്തിന്റെ അംശവും ഇതൊക്കെ ഉള്ളതല്ലേ, ഈർപ്പുള്ളതുകൊണ്ട് അത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ 9.5 ഇട്ട് പിടിച്ചതാണ്. അത് 8 ഇഞ്ചായി വരും. ഉണങ്ങി അതിന് എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു? നമ്മൾ 10-20 വർഷം ആകുമ്പോൾ. ഇവിടെ എല്ലാരും കൂടെ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. മൊത്തം എത്ര പേര് ലേഡീസ് സ്റ്റാഫ്? നമ്മൾ ലേഡീസ് 4 പേര്, 5 പേര്, 5 പേരുണ്ട്. ട്രെയിനറും ഉണ്ട്. 6 മാസത്തേക്ക് 6 മാസത്തേക്ക് ട്രെയിനിങ്. അവരും 6 മാസം പഠിക്കാൻ വേണ്ടി തന്നെ എക്സ്പെർട്ട് ആവും. എന്നാലും
ശരിക്കും നല്ല എന്നാലും ഒരുവിധമൊക്കെ ചെയ്യാൻ പറ്റും. ഒരുവിധം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ഓരോന്നിനും ഓരോ അളവിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അത് 6 ഇഞ്ചാണ്, അത് 7-7.25 പിടിക്കണം. ഇത് 8 ഇഞ്ചിന്റെ ഒരു ദിവസം എത്ര എണ്ണം വരെ? അതിപ്പോ നമുക്ക് മണ്ണിന്റെ ലഭ്യതയും അങ്ങനെ ആവറേജ് ഒരു ഇപ്പൊ നമുക്ക് ഉച്ചവരെയുള്ള ജോലിയല്ലേ ഉള്ളൂ. മണ്ണിന്റെ ലഭ്യതയും ഉച്ചവരെ സെയിലിന്റെ ഒരു ഇതുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ ഉച്ചവരെയുള്ള ജോലിയാണ്. അപ്പൊ നമ്മള് ചട്ടി വ്യാപകമായ നമുക്ക് ക്രമേണ പ്ലാസ്റ്റിക് ചട്ടി മാറ്റാൻ പറ്റും. പ്ലാസ്റ്റിക്കിന്റെ ഇത് വന്നതോടും കൂടിയാണ് ഇതിന്റെയൊക്കെ ഇതായി പോയത്. അപ്പൊ പിന്നെ മണ്ണ് കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ സന്തോഷം. അതെ. ഇത് എന്താണ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു ഫ്ലവർ വേസ് ആണ്. ഫ്ലവർ വേസ്, അത് ഇതുവരെ കണ്ടില്ലായിരുന്നു. ഡിസൈൻ കൊടുക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഫ്രണ്ട്സ്, ഇന്ന് ചെടിച്ചട്ടികളില്ലാത്ത വീടുകൾ വിരളമാണ്. മനസ്സ് വെച്ചാൽ നമുക്കും വിവിധ നിറത്തിലും ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ചെടിച്ചട്ടികൾ സ്വയം നിർമ്മിക്കുകയും പ്ലാസ്റ്റിക് ചട്ടികളെ നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ശ്രമിക്കുമല്ലോ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.